Your smell so good. Oh my sweetheart. Not again. ആരാന്ന് നോക്കാം. പോയി നോക്കാം. Come. അശോക് ഇത് ആരായിരിക്കും? വീണ്ടും നീ എന്തിനാ അപ്സെറ്റ് ആവുന്നേ? പിന്നെ ഓരോന്ന് ചിന്തിച്ചു തുടങ്ങിയോ? ദാ വരുന്നു. ഇതിപ്പോ എന്റെ മൂടും പോവാണ്. ശരി, നമുക്ക് പോയി ആദ്യം വന്നിരിക്കുന്ന ആരാന്ന് നോക്കാം. വാ വാ, കംഡാ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, നിങ്ങളാരാ? വന്നാണ് സാർ. റീഡിംഗ് വന്നപ്പോ മുതൽ കോളും ബെല്ലിട്ട് കൊത്തുവാണല്ലോ. ഒരു മാനേഴ്സ് വേണ്ടേ? മാനേഴ്സ് തീർന്നു പോയി. കോയക്കാട്ടെ കടയിലെ നല്ല ബിരിയാണി കിട്ടും. ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വരട്ടെ. സാർ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? 10 വർഷമായിട്ട് നിങ്ങളുടെ വാച്ച്മാൻ എപ്പോ ഒരു ഒന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ള പണിയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ പുറത്ത് നിർത്തി കളിയാക്കൊണ്ടിരിക്കുകയാണോ? ശരി, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു 10,000 രൂപ കടം വേണം. എന്താ തരുവോ? പറ്റില്ല. അത് മാത്രം തരില്ലല്ലോ സാറേ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്റെ പാട് നോക്കി അങ്ങ് പോവും. രാത്രി മുഴുവൻ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നിന്നെ കണ്ടിട്ട് ഉറങ്ങാൻ വന്നായിട്ട് തോന്നുന്നില്ല, വേറെന്തോ ചെയ്യാൻ വന്നാണെന്നാ തോന്നുന്നത്. ഒരേ ഒരു മിനിറ്റ്, ദൈവത്തോർത്ത് നിങ്ങൾ ആരാന്നൊന്ന് പറ. പ്ലംബറാണ് സാറേ. ഇത് ആദ്യം അങ്ങ് പറഞ്ഞൂടായിരുന്നു. ഞാൻ ഇത് ആദ്യമേ എന്നോട് ചോദിക്കണ്ടായിരുന്നോ? എന്റെ പൊന്നോ, വന്ന ജോലി ചെയ്യാൻ നോക്ക്. പോയി നോക്ക്. ഞാൻ ജോലി നോക്കിയോളാം. പക്ഷെ അപ്പോഴേക്ക് താൻ തന്റെ ജോലി നോക്കാൻ. ഹേയ് യാഷി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ജീവ, ഒരു മിനിറ്റ്. ആളെ പറയടാ. മോർണിംഗ് EB റീഡിംഗ് എടുക്കാൻ വന്നവൻ ഇപ്പൊ പ്ലംബർ ആയിട്ട് വന്നിരിക്കുക. ഇത് അശോകിനോട് പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കില്ല. മോർണിംഗ് റീഡിംഗ് എടുക്കാൻ വന്നപ്പോ അവൻ നോട്ട് ചെയ്ത് തന്നതല്ലേ? ആ എവിഡൻസ് ഒന്ന് കിട്ടിക്കോട്ടെ, ഞാൻ എല്ലാം പ്രൂവ് ചെയ്യുന്നുണ്ട്. മോർണിംഗിലെ റീഡിംഗ് എടുത്തത്, എന്നിട്ടിപ്പോ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ എവിഡൻസ് കിട്ടിയോ? കിട്ടില്ല. ഞാൻ വന്ന പണി കഴിഞ്ഞു. പോയിട്ട് വരട്ടെ. കിച്ചണിലുണ്ട്. നിങ്ങളല്ലേ രാവിലെ വെജിറ്റബിൾസ് വിൽക്കാൻ വന്നത്? ഞാൻ 10 വർഷമായി ഈ കമ്പനിയിലാ വർക്ക്. ഞാൻ വന്ന പണി കഴിഞ്ഞു. പോയിട്ട് വരട്ടെ. ഇതെന്താ ഇത്? ലോണ്ടറി എടുക്കാൻ വേണ്ടി വന്നതാ. കൊറിയർ ബോയ്. രാവിലെ കൊറിയർ ബോയ് ആയിട്ട് വന്നത് ഞാൻ തന്നെ. നീ ഇതാരോടെങ്കിലും പറഞ്ഞാ ഇതാരും വിശ്വസിക്കാൻ പോണില്ല. ലോണ്ടറി എടുത്തോട്ടെ മാഡം? ഇല്ല ഇല്ല ഇല്ല, ലോണ്ടറി വേണ്ട വേണ്ട. എന്തു പറ്റി? അത് പിന്നെ റിലാക്സ് റിലാക്സ്.
ശരി, ആ ലോണ്ടറി പയ്യൻ പോയോ? ലോണ്ടറി ബോയ് വന്ന കാര്യം നിനക്ക് എങ്ങനെ അറിയാം? ഏയ്, ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ ലോണ്ടറി എന്നാരോ പറയുന്ന പോലെ കേട്ടു. ഹേ ചിൽ, റിലാക്സ്ഡാ. അതിനെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഇല്ല. ശരി, യു കൗണ്ട് ഡൗൺ. നമുക്ക് കുളിക്കാൻ പോയാലോ? എന്തു പറയുന്നു? എവിടെ? എവിടെ? നമ്മുടെ കിച്ചണിൽ തന്നെ. വാട്ട് യു മീൻ ബൈ എവിടെ? നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ. സ്വിമ്മിംഗ് പൂളിലോ? നീ എന്തിനെങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് എനിക്കറിയില്ല. ഓ, നിനക്കിനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അണ്ടർ ദ ഷവർ, മീ ആൻഡ് യു, കൊക്കുരുമി. വേണ്ട വേണ്ട, സ്വിമ്മിംഗ് പൂളിൽ തന്നെ പോവാം. ഷുവർ. പക്ഷെ ഇപ്രാവശ്യം നീ വേണം കുളിക്കാൻ. അതെന്താ ഇപ്രാവശ്യം അടുത്ത പ്രാവശ്യം എന്നൊക്കെ? കുളിക്കാണെങ്കിൽ ഒരുമിച്ച് കുളിക്കാന്നേ. സോ അവിടെ പോയാൽ മൂഡ് മാറുമല്ലോ. ഇതെന്തിനാ ഇട്ട് നിൽക്കുന്നേ? സോ ലെറ്റ്സ് ഗോ ചേഞ്ച്. മൈൻഡും ചേഞ്ച് ആവും, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാം. വാ, കം ലെറ്റ്സ് ടേക്ക് എ ഡൈവ്. Why so silent, ah? അശോക്, ഞാനൊരു കാര്യം പറയാം. നീ പക്ഷെ ദേഷ്യപ്പെടാതെ കേൾക്കണം. ചുമ്മാ പറ. രാവിലെ ഞാൻ ഇതുപോലെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ സ്വപ്നത്തിലാടാ. രാവിലെ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ എന്റെ കാല് പിടിച്ച് വലിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അതുപോലെ നിനക്കിപ്പോ സംഭവിച്ച നീ വിശ്വസിക്കോ? ഒരു പക്ഷെ വലിച്ചു കഴിഞ്ഞാ നീ പറയുന്നത് വിശ്വസിക്കാം. ഓക്കെ ആണോ? You see, I'm all well. ഒന്നും എന്റെ കയ്യിലും പിടിച്ചില്ല, എന്റെ കാലിലും പിടിച്ചില്ല. All well. Okay. എന്റെ കാലിൽ പിടിച്ച് വലിച്ചിട്ട് അവനിപ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. Hey Yashi, come darling. ഞാൻ വരുന്നില്ല. അശോക്, എനിക്ക് കോള് വരുന്നുണ്ട്. 2 minutes. ഞാനിപ്പോ വരാം. Okay, carry on. കോൾ കഴിഞ്ഞിട്ട് join me. ഹായ് സുജി. ഡേറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നിന്റെ ഒരു കാര്യം, എനിക്ക് മാത്രം ഈ ഗസ്റ്റ് ഹൗസിൽ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുക. നീ എന്തായി പറയുന്നേ? രാവിലെ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ കാലിൽ എന്തോ വന്ന് വലിച്ചതുപോലെ തോന്നി. പക്ഷെ അവനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. Hey! അശോക്, നീ പറഞ്ഞുവല്ലോ എന്റെ കാലി പിടിച്ച് വലിച്ചു. യാഷി, there something wrong here. വാ അശോക്, കേറി വാ. വാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന്. നീ ഇങ്ങോട്ട് കേറി വാ. വാ, ഞാൻ കേറി.
യാഷി ഐ ഡോണ്ട് ഇഫ് യു ട്രസ്റ്റ് മീ. നീ വന്നതുകൊണ്ട് എന്റെ ജീവൻ പോലും രക്ഷപ്പെട്ടത് യാഷി. എന്തോ എന്നെ താഴേക്ക് പിടിച്ച് വലിക്കും പോലെ തോന്നി. അശോക്, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ സ്വിമ്മിംഗ് പൂളിൽ എന്തോ ഉണ്ടെന്ന്. നീയല്ലേ വിശ്വസിക്കാതിരുന്നത്? What? How was my prank? Look at your അശോക്, face. are you mad? ഇതൊക്കെ ഒരു പ്രാങ്ക് ആണോ? നിനക്ക് ഒട്ടും കോമൺ സെൻസ് ഇല്ലേ? Hey, യാഷി, Just come go on, away. ഞാനൊരു തമാശ കാണിച്ചതാ. ഇത് നല്ലൊരു സ്പോട്ട് അല്ലേ, നീ എങ്ങോട്ടേ പോകുന്നത്? നിക്ക്. Hey, യാഷ്. Hey, യാഷി. Hey. Hey, യാഷി. Hey, wait, yeah. Listen to me, da. Please, da. Sorry പറഞ്ഞില്ലേ? അശോക്, നിനക്ക് ഇതെല്ലാം തമാശയായിട്ടാ തോന്നുന്നല്ലേ? ഞാൻ കുറച്ച് നേരത്തേക്ക് എത്രമാത്രം പേടിച്ചെന്നറിയോ? എനിക്ക് മനസ്സിലായി. ഞാൻ സമ്മതിക്കുന്നു, എന്റെ തെറ്റ് തന്നെ. ഒരു പണിഷ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ 10 കിസ് ഞാൻ തരാം, പ്ലീസ്. അതാണോ പണിഷ്മെന്റ്? ഐ വിൽ കിൽ യു. ഏയ് പ്ലീസ് ടാ, നീ എന്നെ നിനക്ക് തോന്നുന്നു എന്ത് വേണേലും ചെയ്തോ. ആ പ്ലീസ് ടാ, വാ അങ്ങനെ തന്നെ. മാറി നിക്ക്. ഫസ്റ്റ് ഗോ ആൻഡ് ടേക്ക് എ ഷവർ. ഗോ ടേക്ക് ഷവർ? ഞാനിപ്പോ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ കുളിയും കഴിഞ്ഞപ്പോ നീന്തിട്ട് വന്നതല്ലേ. അത് ക്ലോറിനുള്ള വെള്ളം. അകത്ത് പോയി കുളിക്ക്. ശരി, അത് ഒരു ഉമ്മെങ്കിലും താ, ഞാൻ പോയി കുളിക്കട്ടെ. നീ ആദ്യം കിസ് ചോദിക്കും, ഞാൻ ഓക്കെ പറയും. പെട്ടെന്ന് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച് ശല്യപ്പെടുത്തും. ഇപ്പൊ ആരും വരില്ല. പ്ലീസ് എന്നെ വിശ്വസിക്കേ. ഇത്ര നേരം നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചില്ലേ. പ്ലീസ് ഒരു പോയി കുളിക്ക്. മതി. Go, പ്ലീസ് go, take a shower. ഒന്ന് മതി. ഈ സമയത്ത് അവന്റെ ഒരു പ്രാങ്ക്. സച്ച് എ ലൂസർ. എനിക്ക് ഒരുമാതിരിയാ തോന്നുന്നത്. കുളി കഴിഞ്ഞ് വി ആർ ഓൺ ദ ബാറ്റ്. Hot water. ഹേയ്, ഇവിടെ നടക്കുന്നതെല്ലാം കാണുമ്പോ കോഞ്ചറിങ് സിനിമ കാണുന്നത് പോലെയുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഈ ഗസ്റ്റ് ഹൗസിനകത്ത് എന്തോ ഉണ്ടടി. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല എനിക്ക്. Yeah, I'm really scared. അതെ, എന്തോ ഉണ്ട് ഇവിടെ.